അച്ഛനെ നെഞ്ചത്താവണ ഫുട്ബോൾ കളി. പോയി വല്ല പണിയെടുക്കാൻ നോക്ക്. You gotta make a name. Can you get up on the floor? Don't ever stop. ഷൗക്കത്തെ അടിയടാ. അങ്ങോട്ട് പാസ് ചെയ്യ്. Hey! Sharad ball. Suraj kick. Sham. Cross pass. You gotta make a name. Can you get up when you fall? Don't ever stop. Sham. Pass. കളിക്കാരുടെ ശ്രദ്ധയ്ക്ക് കാലിക്കറ്റ് സിറ്റി സൈക്കേഴ്സിന്റെ ഈ വർഷത്തെ സെലക്ഷൻ ക്യാമ്പ് അവസാന റൗണ്ടും കഴിഞ്ഞിരിക്കുകയാണ്. മത്സരാർത്ഥികൾ എത്രയും പെട്ടെന്ന് സെലക്ഷൻ കമ്മിറ്റി മുമ്പാകെ ഹാജരാകാൻ അഭ്യർത്ഥിക്കുന്നു. സെലക്ട് ചെയ്ത ഒരു പേര് ഈ ലിസ്റ്റിലുണ്ട്. വേൾഡ് കപ്പിന്റെ ടീമിനെ സെലക്ട് ചെയ്യാന്ന ഭാവം. കളിക്കുമ്പോ കിട്ടുന്നത് ചെറുനാരങ്ങയും സോഡയും ഗ്ലൂക്കോസിന്റെ പൊടിയും, കളി കഴിഞ്ഞാൽ ബീച്ച് ഹോട്ടലിൽ നിന്ന് പൊറോട്ടയും ചാപ്സും. സെലക്ഷൻ കഴിഞ്ഞാലും കിട്ടാൻ പോണത് ഇതൊക്കെ തന്നെയാ. പക്ഷെ ജാട കണ്ടാല് ഡോളറിലാണ് പ്രതിഫലം തരുന്നത് തോന്നുന്നു. ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ഒരു സെലക്ഷൻ ക്യാമ്പ് നടത്തിക്കൊണ്ടിരിക്കുക. ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരെണ്ണത്തിന് ടീമിൽ എടുക്കില്ല കേട്ടോ. ഞാൻ പേര് വിളിക്കുന്ന ആളുകൾ ഒന്ന് മുന്നോട്ട് വരണം. ആഷിഖ് റഹ്മാൻ ഉണ്ട് സർ. ഉദയ് ബാലകൃഷ്ണൻ, വിമൽ ഗോപി, റനീഷ് അഷ്റഫ്, സൂരജ്, ശ്യാം, ഷൗക്കത്ത്. ഇത്രയും പേര് എ ടീമില്ല. ബി ടീമിന്റെ ലിസ്റ്റ് നാളെ ഓഫീസിലെ നോട്ടീസ് ബോർഡിൽ ഇടും. എന്താ കച്ചറ കളിക്കാ? അത് ഉസ്മാൻ ഖാനോട് വേണ്ട. ഞങ്ങൾ 3 പേരെ എടുത്തിട്ടുള്ളൂ, ബാക്കി 4 പേരെ കൂടി എടുക്കണം. സെലക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം അന്തിമമായിട്ട് അതിന് അപ്പീലില്ല. അതിന് സെലക്ഷൻ മാച്ചിൽ ഞങ്ങളുടെ ടീമല്ലേ ജയിച്ചത്. മുഴുവൻ ഫൗളായിരുന്നല്ലോ. ഞങ്ങൾ 3 പേരെ എടുത്തിട്ടുണ്ട്. സൗകര്യം കളിച്ചാൽ മതി. എടുക്കാണ് ഞങ്ങൾ 7 ആളെ എടുക്കണം. ഇല്ല ഞങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ കോപ്പിലെ സെലക്ഷൻ. സന്തോഷ് ട്രോഫിക്ക് കേരളത്തിന് വേണ്ടി പലതവണ കുപ്പായിട്ട് ഉസ്മാൻ ഖാൻ ഈ കണാരം നടത്തി പോകുന്ന ടീം കയറി പറ്റാനേ കുറച്ച് യോഗ്യത വേണം മക്കളെ. വേൾഡ് കപ്പ് ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന മഹാന്മാരാ. ഒന്ന് നമസ്കരിക്കടാ. നമസ്കാരം. Once again, you gotta make a name. Can you get up when you fall? Don't ever stop. Passion to mission, you crush competition. Win or lose, it's what you choose. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഇന്ന് നേരത്തെ എത്തിയല്ല? അതെ. അല്ല നിങ്ങൾ ഇതുവരെ പർച്ചേസ് ആക്കിയില്ലേ? ഈ ആഴ്ച പുതിയ സ്റ്റോക്ക് എത്തുമെന്നോ സെയിൽസിൽ ഒരു പെൺകുട്ടി പറഞ്ഞിരുന്നു. അത് ശരി. ഗൗരി അല്ലേ പറഞ്ഞത്? നിങ്ങളോളെ ചുറ്റിപ്പറ്റി നടക്കുന്നത് ഞാൻ നോട്ട് ചെയ്തിരുന്നു. ഏയ് അങ്ങനെയൊന്നുമില്ല. സൂക്ഷിക്കണം. അതെന്താ? ഓളാണ് പാവാ, പക്ഷെ ഓളുടെ ആങ്ങളെയാ കുഴപ്പം. എന്തു കുഴപ്പം? അതൊക്കെ വൈത്താലേ മനസ്സിലായിക്കോളും. അതുകൊണ്ട് അബദ്ധത്തിൽ പോലും ഓളെ ഞാൻ നോക്കാറില്ല. അതേതായാലും നന്നായി. സാറ് ഗൾഫിലായിരുന്നു അല്ലേ? പെർഫ്യൂമിന്റെ മണം പിടിച്ചില്ലേ? ഹേയ് മുടി കണ്ടപ്പോ തോന്നി. അതുകൊണ്ട് മറ്റേതാ നിങ്ങളുടെ കൂടെയൊക്കെ പിടിച്ചു നിൽക്കണ്ടോ? സാറേ ബില്ല് എഴുതുമ്പോ മാക്സിമം ഡിസ്കൗണ്ട് ആക്കണം കേട്ടോ. അത് ഞാൻ ഏറ്റ്. നിങ്ങൾ പോയി സെലക്ട് ആക്കി. ഓക്കെ. May I help you, sir? വേണ്ട, ഞാൻ നോക്കിക്കോളാം.
ഈ ആഴ്ച പുതിയ സ്റ്റോക്ക് എത്തുമെന്ന് കഴിഞ്ഞ ആഴ്ച ആരോ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ പുതിയതൊന്നും കാണുന്നില്ലല്ലോ. ഇതൊക്കെ പുതിയ സ്റ്റോക്കാ. 42 അല്ലേ സാറിന്റെ സൈസ്? അതെ, എങ്ങനെ അറിയാം? കൊറേ കാലമായാലും സാർ സെലക്ഷൻ തുടങ്ങിയിട്ട്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ സാർ. പിന്നെ എന്നെ സാറൊന്നൊന്നും വിളിക്കണ്ട ഗൗരി. സാറെന്ന് വിളിക്കണമെന്ന് എനിക്കങ്ങനെ നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഇവിടുത്തെ നിയമാ സാർ. കസ്റ്റമർ ഈസ് അവർ ലോഡ്. നോ ഐ വിൽ മാനേജ്. കുട്ടി വെറുതെ. ഇറ്റ്സ് ഓക്കെ സാർ, ഞങ്ങളുടെ ജോലിയുടെ ഭാഗമല്ലേ ഇതൊക്കെ. ഷൂസ് ഇടാൻ സഹായിച്ചു എന്ന് വെച്ച് നിങ്ങളുടെ കാല് പിടിക്കുന്നൊന്നും അർത്ഥമൊന്നുമില്ല. ഇതൊക്കെ വേണ്ടിവരുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ ഈ ജോലി സ്വീകരിച്ചത്. ഒരു പെൺകുട്ടിയെ കൊണ്ട് ഷൂസ് ഇടിപ്പിക്കാനും മാത്രം ഭൂർശ്വാസി അല്ല ഞാൻ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇട്ടിരിക്കുന്ന ഷൂസ് നോക്കിയിട്ട് ആളെ അളക്കാൻ പറ്റുമെന്ന് പറയുന്നത് ശരിയാണോ? ശരിയായിരിക്കാം. ഒരാളുടെ ഷൂസ് നോക്കിയാ അയാളുടെ പേഴ്സണാലിറ്റി, സ്വഭാവം, കപ്പാസിറ്റി ഒക്കെ മനസ്സിലാക്കാം. അത് ശരി. അതാണ് അത്രയ്ക്ക് ഷൈ അല്ലാത്ത പല പെൺകുട്ടികളും പുറത്തിറങ്ങി കഴിഞ്ഞാൽ തലയും താഴ്ത്തി നടക്കുന്നത്. ഗൗരിക്ക് അറിയാവോ ഈ ചപ്പലോളജി? കുറച്ചൊക്കെ അറിയാം. എങ്കിൽ എന്നെ പറ്റി ഒന്ന് പറയാമോ? അതിപ്പോ ഈ ഷൂ നോക്കി പറയണോ അതോ ആ ഷൂ നോക്കി പറയണോ? വേണ്ട, അത് നോക്കി പറഞ്ഞാൽ ചിലപ്പോ കുട്ടി തെറ്റിദ്ധരിക്കും. അല്ലെങ്കിൽ ഈ ഷൂസ് നോക്കി ആളുടെ ജാതകം പറയാന്നൊക്കെ പറഞ്ഞ അന്ധവിശ്വാസം, അല്ലാതെ എന്ത്. ഏതായാലും ഇത് കുട്ടി ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്തതല്ലേ. പാക്കറ്റ്. എന്റെ പേര് ശ്യാം. എനിക്ക് വേറെ ആരെയും ഇംപ്രസ് ചെയ്യാനില്ല. ഇനിയും ഫ്രണ്ട്സിനെ കൂട്ടി വരണം, നല്ല ഡിസ്കൗണ്ട് ആക്കാം. അത് പിന്നെ പ്രത്യേകം പറയണോ? നാളെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് വരാം, മറ്റന്നാള് വേറെ ഫ്രണ്ട്, 4-ാം നാള് വേറൊരു ഫ്രണ്ട്. ഞാൻ അങ്ങനെ എന്നും വന്നോണ്ടേയിരിക്കും. താങ്ക് യു. കൊള്ളാലോടാ ഷൂസ്. എവിടെന്ന് സ്കോർ ചെയ്ത്? ഏതെങ്കിലും ആമ്പിള്ളാര് വല്ല പള്ളിയുടെ അമ്പലത്തിന്റെ മുന്നിൽ അഴിച്ചു വെച്ചത് ചൂണ്ടിയതായിരിക്കും. ഷൂസ് കൊള്ളാം, പക്ഷേ നിനക്കെന്തോ ഒരു ചേരായിക. ഓടാവിടുന്നു. എവിടെ ഒപ്പിച്ചടാ ഇത്? സിറ്റിയിലെ ഷോപ്പിംഗ് മോളില് ഒരു പൊളിപ്പൻ ഷൂ കട തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ മുതലാളി എന്റെ ഫ്രണ്ടാ. അതേതാ ഞങ്ങൾ അറിയാണ്ട് ഒരു ഫ്രണ്ട്? ഫ്രണ്ട് എന്ന് പറഞ്ഞ ഒരു ഗൾഫുകാരൻ. അയാളെ ഞാൻ സോപ്പിട്ട് കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പണ്ടാരോടെങ്കിലും ഡിസ്കൗണ്ട് ആടാ. സംഗതി ആവുന്നല്ല, ആ കടയിൽ ഒരു സെയിൽസ് ഗേൾ ഉണ്ട്, ഗൗരി. ഇവ കുറച്ച് ദിവസമായിട്ട് അവളുടെ പിന്നാലെയാ. ഇതിന്റെ പേരില ഇല്ലാത്ത കാശുണ്ടാക്കിയിട്ടുള്ള ഷൂ കച്ചവടം. പോടാ കുശുമ്പ. അവളുടെ ആങ്ങളൊരു കുപ്പിച്ചില്ല, കാശിന് തല്ലാൻ നടക്കണ ഒരുത്തൻ. ആ ബേപ്പൂർ ശ്രീധരന്റെ ഗാങ്ങാ. അവനെങ്ങാനും അറിഞ്ഞ അന്ന് തീരും ഇവന്റെ ഷൂ പ്രേമം. ആണോടാ? നീ പേടിക്കണ്ട, നാളെ എന്റെ 3ാമത്തെ സാലറി ഡേറ്റാ. ഇക്കുറി കാശൊന്നും വീട്ടിൽ തരില്ലെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. ഒരു നല്ല ഷൂസ് അത് ഈ മാസത്തെ ബജറ്റിലുള്ളതാ. നിനക്ക് വേണ്ടി നമ്മൾ അത് അവളുടെ കടയിൽ തന്നെ വാങ്ങും. ഓരോരുത്തരും 3ാമത്തെ സാലറി എണ്ണി തുടങ്ങി. കാണിച്ചു തരാടാ. എന്റെ ഈ സെമിസ്റ്റർ കൂടി കഴിഞ്ഞ മൈക്രോസോഫ്റ്റിലെ സായിപ്പേ ക്യാമ്പസിൽ നേരിട്ട് വന്ന് എന്നെ കൊത്തിക്കൊണ്ട് പോടാ. മനുഷ്യനോട് തരക്കേടില്ലാത്തൊരു ഡിഗ്രി കഴിഞ്ഞ് 18ാമത്തെ ഇന്റർവ്യൂ കൊടുത്തിട്ട് പച്ച എത്തിയില്ല. അപ്പോഴാ പരീക്ഷ പോലും പാസ്സായിട്ടുള്ള മൈക്രോസോഫ്റ്റ്. നീയൊക്കെ പരീക്ഷ ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞു നടന്നടാ. കാശ് ഉണ്ടാക്കണമെങ്കിൽ മേലാണെങ്കിൽ പണിയെടുക്കണം. അതിന് നേരാണെങ്കിൽ എന്റെ ഒപ്പം കുടിക്കോ. പിന്നെ നിന്റെ അച്ഛന്റെ വർഷം കരിയോലി മുങ്ങിട്ടുള്ള പണിയല്ലേ? എന്താണ്ടാ ഒരു പുച്ഛം? വൈകിട്ട് പണി മാറ്റി കയ്യിൽ കാശ് കിട്ടുമ്പോഴേ അതിന് ഡീസലിന്റെയോ ഓയിലിന്റെയോ മണ്ണുണ്ടെന്ന് ആരും നോക്കാറില്ല. അതിന് നിന്റെ അച്ഛൻ നിന്നെ കൊണ്ട് കാശ് കൂട്ടി തൊടിക്കാറില്ലല്ലോ. കാശ് അച്ഛൻ തന്നെ കൈകാര്യം ചെയ്തോട്ടെ, പക്ഷെ വീട്ടിലത്തെ കാര്യം അത് നമ്മൾ നോക്കണ്ടല്ലോ. എനിക്ക് വട്ടച്ചെലവിനൊക്കെ ഞാൻ ഒപ്പിക്കുന്നുണ്ട്. അയ്യോ, 6:30 ചാമ്പ്യൻസ് ലീഗിന്റെ ലൈവ് ഉള്ളതാ ESPN-ല്. സമയം എത്ര ശ്യാമേ? നിന്റെ വാച്ച് എന്തിടാ? അത് ഷൂസ് വാങ്ങാൻ വേണ്ടി വാച്ച് പറ്റൂലേ? അവള് വല്ല ജ്വല്ലറി ഷോപ്പിലാവാത്ത നന്നായി, ഇല്ലെങ്കിൽ കിഡ്നി ഒരു വിൽക്കുമായിരുന്നു. അവളെ കിട്ടാൻ വേണ്ടി വന്ന ഞാൻ എന്നെ തന്നെ വിൽക്കുവടാ. വണ്ടി കയറി
സുരേഷ് എവരടാ അശോകൻ? ഏതാ അശോകൻ? ആ ബേപ്പൂർ ശ്രീധരന്റെ കൂടെയുള്ള അശോകൻ ഇവിടെ വന്നിട്ടില്ല. വന്നിട്ടില്ലേ? അവനോട് പറഞ്ഞേ ശ്യാമിന്റെ കൂട്ടുകാരൊന്ന് അടിച്ചു പൊട്ടിച്ചിട്ട് പോയെന്ന്. പുതിയ വമ്പന്മാര് ബേപ്പൂർ ശ്രീധന്റെ നേർക്കാണല്ലോ. കൊള്ളാം. അല്ല, നിങ്ങളിപ്പോ വഴിക്കൊന്നും കാണാനില്ലല്ലോ. അന്ന് വാങ്ങിയ ഷൂസ് ഇതുവരെ കേടായിട്ടില്ല. ഷൂ വാങ്ങാനൊന്നും അല്ല ഇങ്ങോട്ടേക്ക് വന്നിരുന്നെന്ന് എനിക്കറിയാം. ഗൗരി പിന്നെ വന്നിട്ടില്ലേ? 5-6 മാസം മുമ്പ് അവളുടെ ആങ്ങളില്ല ശൈത്താൻ, അവൻ വന്ന് പറഞ്ഞു ഇനി അവള് വരില്ലെന്ന്. ബേപ്പൂർ സൈഡിൽ എവിടെയോ അവളുടെ വീടെന്നാ പറഞ്ഞത്. ഞാൻ അവിടെ പോയി അന്വേഷിച്ചു. ഒരു വാടക വീട്ടിലായിരുന്നു. അവിടെ നിന്ന് ഒഴിഞ്ഞ് എങ്ങോട്ടാ പോയി. അപ്പോ നീ ഇപ്പോഴും ഓളെ വിട്ടിട്ടില്ല അല്ലേ? ശരിക്കുള്ള ഇഷ്ടമാണെങ്കിൽ അതങ്ങനെ ഒഴിഞ്ഞു പോവില്ല മോനെ. ഇവിടെ നിർത്ത്. എന്താണ് ഫിഫയുടെ നേതാക്കന്മാര് ഈ പാവങ്ങളുടെ ഗ്രൗണ്ടില്? ഈ ഗ്രൗണ്ടിലല്ലേ ഞങ്ങളും കളിച്ചു വളർന്നത്. നിങ്ങൾ ടീമിലേക്ക് ആളെ എടുക്കാനുള്ള വേൾഡ് ടൂറിലാണെന്ന് കേട്ടല്ലോ. യുണൈറ്റഡിന്റെ, മാഞ്ചസ്റ്ററിന്റെ, ലിവർപൂളിന്റെ ഒക്കെ കളിക്കാരെ കച്ചവടമാക്കി ഇത്രയും വേഗം തിരിച്ചെത്തിയോ? കാലുമ കളിയുള്ള ചുള്ളന്മാരെ അന്വേഷിച്ച് നമ്മൾ പലയിടത്തും പോയിന്ന് വരും. ഓഹോ, എങ്കി ഇപ്പൊ എന്താ ഇങ്ങോട്ട്? അറക്കാനാണോ വളർത്താനാണോ എന്ന് അറിയാണ്ട് കൊക്കോന്ന് പറയും കൊത്താൻ വരല്ലേ പായ. നിങ്ങൾ കാര്യം പറ കോയക്ക. ഇന്നലെ കണ്ണൂർ ഫൈറ്റേഴ്സ് ആയിട്ടായിരുന്നു കളി. ഫൈനലായിരുന്നു. 11 നമ്പർ ജേഴ്സിയാണ് സുധീർ. കളി നമ്മൾ ഡ്രോ ആയി. പരിക്ക് പറ്റിയ കളിക്കാർക്ക് പകരം ഇന്ന് നിങ്ങൾക്ക് 3-4 പേർക്ക് ഇറങ്ങാം. വേറൊന്നുമല്ല, ഇത് കളി ഫൈനൽ ആയതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്. ഞങ്ങള് 3-4 പേരായിട്ട് ഇറങ്ങൂലെന്നോ നിങ്ങൾക്കറിയാലോ. വേണ്ട, നിങ്ങൾ 7 പേരും കൂടി ഇറങ്ങിക്കാം. നിങ്ങൾ 7 കൂടി ആവുമ്പോൾ നല്ല കോർഡിനേഷനും ഉണ്ടാവും. കുറെ കാലമായാലും നിങ്ങൾ നമ്മളോട് അന്വേഷിക്കണേ. ഏതായാലും ഇന്ന് അത് സാധിപ്പിച്ചു തരാൻ തീരുമാനിച്ച്. എന്താ കാണാരാ? വാസ്തവം. ഉറപ്പിക്കാൻ പറ്റേ? ആദ്യം റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യണ്ടേ? അതെ, സ്ട്രൈക്കേഴ്സിന് സെലക്ഷൻ കിട്ടാന്നുള്ള തന്നെ അതൊരു റെമ്യൂണറേഷൻ അല്ലേ? നമ്മളെ ടീം കളിച്ച് തുടങ്ങിയവരാ പിന്നെ കേരളത്തിനും ഇന്ത്യക്കും വേണ്ടി കുപ്പായിട്ടെ. ആ കഥ കുറെ കേട്ടതല്ലേ. ഇപ്പൊ നിങ്ങൾ അത്യാവശ്യക്കാര്, ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ആദ്യമേ പറയണം. പൊര കത്തുമ്പോഴല്ലേ വാഴ വെട്ടാൻ പറ്റൂ. വെട്ട് ആട്ടെ, എന്താ ഡിമാൻഡ്? അത്ര വലിയ ഡിമാൻഡ് ഒന്നുമില്ല. ഓരോ ജോഡി സ്പോർട്സ് ഷൂ ഞങ്ങൾ പറയണ ബ്രാൻഡിലും, ഓരോ ഷർട്ടും പാന്റും, പിന്നെ ഒരു $1000 പോക്കറ്റ് മണിയും. ഇതിലും ഭേദം ലിവർപൂളും മാഞ്ചസ്റ്ററും ഒക്കെ തന്നെ. വേണ്ട, ബാർഗനിങ് ഒന്നും വേണ്ട. റെഡിയാണെ കൈയടിക്ക്. മക്കളെ, ഫുട്ബോള് നമ്മളൊക്കെ ചോരയെ കലർന്ന ഒരു വികാര.
പക്ഷെ ഇപ്പൊ നിങ്ങൾ കളിക്കാൻ പോണ കളി ഒരു കയ്യാങ്കളിയാ. അത് നമുക്ക് കാണണ്ട. നിങ്ങൾ കളിക്കുമ്പോ ഞങ്ങൾ കുഞ്ഞിക്കണ്ണേട്ടന്റെ ബാറിലുണ്ടാവും. ആ നായിന്റെ ഓന്റെ എല്ലും തുറങ്ങുന്ന ഒച്ച നമുക്ക് അവിടെ കേൾക്കണം. ഓന്റെ ജേഴ്സിന്റെ നമ്പർ മറക്കണ്ട, 11, നമ്പർ 11. സുധീരേട്ടാ, ഇന്നത്തെ കളിയില്ലെങ്കിൽ എന്നെ കൂടെ ഇറക്കിക്കൂടെ? നിനക്ക് അതിനുള്ള മെച്യൂരിറ്റി ആയിട്ടില്ല. നീ തൽക്കാലം പുറത്തിരുന്ന് കളി കണ്ടുപഠിക്കും. കോയൊക്കെ പോയി സമാധാനമായിട്ട് 2 പിടിപ്പിച്ചോ. അവന്റെ ടീമിന്റെ കാര്യം ഞങ്ങൾ ഏറ്റു. വെറും കയ്യാങ്കളിയല്ല, ഇന്ന് സിറ്റി സ്ട്രൈക്കേഴ്സിന്റെ ദിവസം, അവന്മാരുടെ ഓട്ടുക്കരുടെ ദിവസം. കൊടുകൈ. ഇന്നത്തെ വാശിയേറിയ മത്സരത്തിൽ സിറ്റി സ്ട്രൈക്കേഴ്സിന് വേണ്ടി അണിനിരക്കുന്നത് പുതിയ ചുണക്കുട്ടികളാണ്. ചെല്ല് ചെല്ല്. എനിക്ക് പെട്ടെന്നൊരു തലകറക്കം. ഇന്നലെ രാത്രി ഒരു പാർട്ടി ഉണ്ടായിരുന്നു. ഉറക്കൊഴിച്ചുകൊണ്ടാവും. പിന്നെ നീ കുറെ കാലമായിട്ട് പറയണതല്ലേ, ഇന്ന് എനിക്ക് പകരം ഈ ജേഴ്സി ഇട്ട് നീ ഇറങ്ങിക്കോ. താങ്ക് യു. ഏതായാലും ഇത്ര പെട്ടെന്ന് എനിക്ക് മെച്ചൂരിറ്റി ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. ഓൾ ദി ബെസ്റ്റ്. പഠിച്ചോനെ കാത്തോളുടെ ബാ കാണാരാ, നമുക്ക് ബാറിലേക്ക് പോവാം. Boys, come on. All the best. All the best. All the best. All the best. Thank you. ഇന്ന് ടീമിനെ പരിചയപ്പെടാൻ വിശിഷ്ടാതിഥിയായി എത്തിയിരിക്കുന്നത് ഔദ്യോഗിക പദവിയിൽ ഒതുങ്ങി നിൽക്കാതെ കോഴിക്കോടിന്റെ സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായി മാറിക്കഴിഞ്ഞ നമ്മുടെ സിറ്റി പോലീസ് കമ്മീഷണർ ശ്രീമതി അമല വിഷ്ണുനാഥാണ്. ഹായ്. അരവിന്ദൻ. ഐ എം ലയണൽ മെസ്സി. Come again? ലയണൽ മെസ്സി. ക്രിസ്ത്യാനോ റൊണാൾഡോ. റോബർട്ടോ കാർലോസ്. Peter Cech. സിനറ്റൻ സിദാൻ. സാവി. ഡേവിഡ് വിയ. So, it's a dream team. റൊണാൾഡോ, സിദാൻ, മെസ്സി. എന്താടാ, ഞാനൊരു പെണ്ണായതുകൊണ്ടാണോ നിനക്കൊക്കെ ഒരു ആക്കിയ കളി? കളിക്കാൻ അറിയാമെങ്കിൽ അത് ഗ്രൗണ്ടിൽ കാണണം. മനസ്സിലായടാ കളിയാടി മക്കളെ. എനിവേ, ബോത്ത് ദ ടീംസ്, ഓൾ ദ ബെസ്റ്റ്. Let's go! Pass it. Lindo. Jump. അവര് ലോക്കി.
ബൈ. ഇവിടെ തന്നെ ഉണ്ടാവണേ. ഞാൻ ബില്ലടയ്ക്കുന്നതിന് മുമ്പ് അഡ്മിനിസ്ട്രേറ്റർ ഒന്ന് കണ്ടിട്ട് വരാം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. എന്താ? അമ്മയെ സ്ഥിരമായിട്ട് ഇവിടെ നിന്നാണ് ഡയാലിസിസ് ചെയ്യാറുള്ളത്. ആഴ്ചയിൽ ഒരു പ്രാവശ്യം, മാസത്തിൽ 4 തവണ. സാമ്പത്തിക ശേഷി കുറഞ്ഞവർക്കുള്ള ഡിസ്കൗണ്ട് റേറ്റിന് ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നു. നോക്കട്ടെ. ഇതുവരെ അപ്രൂവൽ ആയിട്ടില്ലെന്ന് കൗണ്ടറിൽ നിന്ന് പറഞ്ഞു. ആ, ഈ പേഷ്യൻറ്റിൻ്റെ ആപ്ലിക്കേഷൻ ഞങ്ങളുടെ കമ്മിറ്റി ഡിസ്കസ് ചെയ്തിരുന്നു. യു സി, കിഡ്നി ഫെയിലിയർ പേഷ്യൻസിൻ്റെ എണ്ണം നമ്മുടെ നാട്ടിൽ ഓരോ കൊല്ലവും കൂടിക്കൂടി വരികയാണ്. മെഷീനും മരുന്നുമൊക്കെ നല്ല എക്സ്പെൻസീവ് ആണെന്ന് അറിയാലോ. എല്ലാവർക്കും ഡിസ്കൗണ്ട് കൊടുക്കാൻ ഞങ്ങൾക്ക് ചില ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ നിങ്ങളെപ്പോലുള്ള ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് പോലും ഈ ബെനിഫിറ്റ് തരാൻ നിവർത്തിയില്ല. അത്രയ്ക്ക് ആപ്ലിക്കേഷൻസ് പെൻഡിങ്ങില്ല. സോ ഐ എം സോറി. സാറിൻ്റെ അന്വേഷണത്തിൽ എൻ്റെ ഈ വേഷവും ഞങ്ങൾ താമസിക്കുന്ന വീടും ഒക്കെ കൺസിഡർ ചെയ്തിട്ടുണ്ടാവും അല്ലേ? സ്വന്തം വീടൊക്കെ എന്നോ വിറ്റു സർ. പിന്നെ ഈ വേഷം കെട്ടി ഓടി നടന്നിട്ട് ഓരോ മാസം ഇവിടുത്തെ ബില്ല് ഞാൻ മാനേജ് ചെയ്യുന്നു. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് അവർ സിറ്റുവേഷൻ. ഇറ്റ്സ് ഓക്കെ സർ. ബുദ്ധിമുട്ടിച്ചിൽ ക്ഷമിക്കണം. അരവിന്ദൻ എന്നാ അവൻ്റെ പേര്. ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ നമ്മളെക്കാൾ മോശം. പക്ഷെ ആള് ബ്രില്യൻ്റാ. റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിലെ ഫൈനൽ ഇയർ സ്റ്റുഡൻറ്റ്. അവിടുത്തെ ഫുട്ബോൾ ടീമിൻ്റെ ക്യാപ്റ്റൻ. സീരിയസ് ഹെഡ് ഇഞ്ചുറി ആണെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് അറിഞ്ഞത്. അവൻ്റെ കിടപ്പോർക്കുമ്പോൾ ഇപ്പോഴും കയ്യും കാലും വിറയ്ക്കോ. എടുത്തു ചാടി ഓരോന്നിനും ഇറങ്ങി പുറപ്പെടുമ്പോൾ ഇതൊക്കെ കാണേണ്ടി വരുമെന്ന് ആരും ഓർത്തില്ല. ചെയ്തതിനെ പറ്റി തർക്കിച്ച് സമയങ്ങളായില്ല. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കണം. ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ജീവിതകാലം മുഴുവൻ നമുക്ക് ആർക്കും സ്വസ്ഥത ഉണ്ടാവില്ല. ഉസ്മാനിക്ക പ്ലീസ്. സമ്മതിച്ചു. നമ്മളെ കുട്ടികളെ ചവിട്ടി കൂട്ടിയോന്റെ കയ്യും കാലും അടിച്ചു കൊടുക്കാൻ പറഞ്ഞത് നേരെ തന്നെയാണ്. എന്ന് വെച്ച് ആള് മാറി അടിച്ച് തല പൊട്ടിക്കാൻ നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ പറഞ്ഞു ഒഴിയരുത് ഉസ്മാനിക്ക. കുറച്ച് കാശ് കടമായിട്ട് തന്നാ മതി. അരവിന്ദന്റെ കണ്ടീഷൻ അത്രയ്ക്ക് സീരിയസാ. ഫുട്ബോൾ തലേ കയറി ഇരിക്കൂര വിറ്റ് കളിച്ച ടീമാണ് ഞാനും ഈ കാണാറുന്നു. ഇപ്പൊ ഞങ്ങൾ ഉരുക്കി തൂക്കി വിറ്റാ പോലും ഒരു ചില്ലിക്കാശ് കിട്ടൂല. ഷർട്ടും പാന്റും ഫോറിന്റെ ബൂട്ട്സും ഒക്കെ ആയിട്ടേ നിങ്ങൾ വെച്ച ക്ഷീണം ഈ സീസൺ മുഴുവൻ ഓടിയാണ് കളിച്ചാൽ തീരൂല. സോറി മക്കളെ, ഇന്ന് കൊണ്ടോട്ടിയിലാണ് കളി. സമയം പോയി. നിങ്ങൾക്ക് പറ്റിയ അബദ്ധത്തിന് നിങ്ങളായിട്ടാണ് എന്തെങ്കിലും പരിഹാരം കാണാൻ നോക്കി. ഈ പാവപ്പെട്ട ഞങ്ങളെ വിട്ടാളി മാറുവാന്. എല്ലാരും കയറിയല്ലോ. ഇനി നോക്കണ്ട, വിട്ടോ. എല്ലാരും കയറി. ആ പ്രഭാര ക്ലബോട്ടാളാ. ശരിക്ക
അരവിന്ദന്റെ ഫ്രണ്ട്സാ. ഞങ്ങൾ ഇപ്പോഴാ വിവരം അറിഞ്ഞത്. ഇപ്പോഴും ബോധം വന്നിട്ടില്ല. വിഷമിക്കണ്ട. ഡോക്ടർ എന്താ പറഞ്ഞേ? ട്രിവാൻഡ്രത്തുനിന്ന് ന്യൂറോ സർജൻ മറ്റന്നാൾ വരും. ഓപ്പറേഷന് തയ്യാറായിക്കോളാൻ പറഞ്ഞു. കോളേജിലെ സമയം കഴിഞ്ഞ് രാത്രിയിൽ ഓട്ടോറിക്ഷ ഓടിച്ചു കിട്ടണ കാശുകൊണ്ടാ അവൻ ഞങ്ങളെയൊക്കെ നോക്കിയിരുന്നത്. അരവിന്ദന്റെ ഫ്രണ്ട്സിനോട് നമ്മളെന്തിനാ മറച്ചു വെക്കണത്? ഓപ്പറേഷൻ വെച്ച് താമസിപ്പിക്കരുതെന്ന ഡോക്ടർ പറഞ്ഞത്. കാശിന്റെ കാര്യം ഇതുവരെ ഒന്നും ശരിയായിട്ടില്ല. അമ്മ വിഷമിക്കണ്ട, ഞങ്ങളൊക്കെ ഉണ്ട് കൂടെ. കാശൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാം. അല്പം കിടന്നോളൂ, ചെറിയ തലയിറക്കം ഉണ്ടാവും. ഇതൊക്കെ ശീലായി സിസ്റ്ററെ. രക്തം കെട്ടി ബോധിച്ചുള്ള കടലാസ് നിങ്ങൾ ഇങ്ങോട്ട് എഴുതി തന്നാളേ, അത് കൗണ്ടറിൽ കൊണ്ടുപോയി കൊടുത്ത് കായ് വാങ്ങി നമ്മൾ പോട്ടെ. ഇപ്പൊ തരാം. നമ്മുടെ പേര് ഹബീബ്. എന്റെ നമ്പർ ഇവിടുത്തെ ബ്ലഡ് ഗ്രൂപ്പ് ഡയറക്റ്റിലുണ്ടാവും. നല്ല കായുള്ള പേഷ്യൻസിന് AB നെഗറ്റീവ് ബ്ലഡ് വേണമെങ്കിൽ എന്നെ വിളിച്ചോളി. വേറെ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും വിളിച്ചോളി, മടിക്കണ്ട. ഹലോ, തീപ്പെട്ടി ഉണ്ടോ കയ്യില്? ഞങ്ങൾ വലിക്കാറില്ല. ഇതൊരു ഹോസ്പിറ്റലല്ലേ, ഇവിടെ വലിക്കാൻ പാടില്ലെന്നറിയില്ലേ? അർജന്റ് ആയതിനെ കൊണ്ട് ചോദിച്ചതാ. സാരമില്ല, നമ്മൾ വേറെ സെറ്റപ്പ് ആയിക്കൊള്ളാം. എവിടെ നിന്ന് വരുന്നവനൊക്കെ ചുമ്മാ. എന്താണ് പ്രശ്നം? നമ്മുടെ ഹെൽപ്പ് വല്ലതും വേണ? ഇത് വലിയ ശല്യമായല്ലോ. താൻ ആരാ? ഹബീബുള്ള ബ്രോക്കർ ഹബീബ്. മണല്, ഇഷ്ടിക, വീട്, കല്യാണം എല്ലാം നമ്മൾ മുട്ടിച്ചു കൊടുക്കും. അന്നെ മുട്ടിയതാ സ്വന്തം ചോര വരെ വിറ്റ് ജീവിക്കും. റയർ ഗ്രൂപ്പ് ആയതിനെ കൊണ്ട് നല്ല ഡിമാൻഡാണ്. മണൽ, ഇഷ്ടിക, വീട്, സ്ഥലം, കല്യാണം, ചോര ഇതൊന്നും ഞങ്ങൾക്ക് ഇപ്പൊ ആവശ്യമില്ല. ഇങ്ങക്ക് ഇപ്പൊ ആവശ്യമുള്ള ഒന്നുണ്ട്, പൈസ. എന്താ എല്ലാരും മിഴിച്ചേക്കണേ? ശരിയല്ലേ? ഏത് കേമന്മാർ ഇങ്ങനെ ചില സമയത്ത് ഇതുപോലെ കണ്ണു മേയിച്ച് നിൽക്കാറുണ്ട്. എന്താണ് നിങ്ങളെ പ്രശ്നം എന്ന് മാത്രം ഞമ്മക്കറിയില്ല. പക്ഷേങ്കില് നിങ്ങളെ കൊണ്ട് സംഘടിപ്പിക്കാൻ പറ്റാത്ത അത്രയും കായ് പെട്ടെന്ന് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് മാത്രം ഞമ്മക്കറിയാം. എന്ത് ശരിയാണോ? ആണെങ്കിൽ അന്നം മുട്ടിയ സ്വന്തം ചോര ഊറ്റി വിൽക്കണ തനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞമ്മക്കൊന്നും ചെയ്യാൻ പറ്റൂല. പക്ഷേങ്കില് എന്തിനും പോന്ന 7 ചെക്കന്മാർക്ക് പലതും ചെയ്യാൻ പറ്റും. എന്തേ? അതിന് റെഡിയാണെങ്കിൽ നിങ്ങൾ പോന്നോളി. വാശിയും വൈരാഗ്യവും സ്വന്തം നിലയ്ക്ക് തീർപ്പാക്കാൻ കായിക ബലമില്ലാത്ത ഭീരുക്കളായ മനുഷ്യന്മാര്, അതിന് പറ്റിയ ആൾക്കാരെ പണ്ടും വാടകയ്ക്ക് എടുത്തീന്. വലിയ വലിയ ആൾക്കാർ തമ്മിലുള്ള മൂപ്പിളമാ തർക്കം തല്ലി തീർക്കാൻ കരാറെടുത്തിരുന്ന ചേകവന്മാരെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇന്ന് അതിന്റെ പേര് ഇംഗ്ലീഷിലാണെന്ന് മാത്രം. കൊട്ടേഷൻ. നമ്മൾ കഴിച്ചതിന്റെ കായ ആരും കൊടുക്കണ്ട, അത് ഞമ്മക്ക് ഇഷ്ടമല്ല. ഇങ്ങക്ക് അതിനൊരു അവസരം നമ്മൾ തരുന്നുണ്ട്. 4 പൊറോട്ട, ഒരു മട്ടൻ ചാപ്സ്, ഒരു പൊടിച്ചായ. ബാക്കി എന്താന്ന് വെച്ചാൽ തന്നേക്ക്. നിങ്ങളെല്ലാരും കൂടി ആലോചിച്ച് പിന്നെ പറഞ്ഞാലും മതി. ഇന്ന് ആലോചിക്കാനൊന്നുമില്ല. ഹബീബിക്ക ജോലി പറ. നിങ്ങൾ പിടയ്ക്കാണ്ടിരിക്കും പുയ്യാപ്പിളെ. നിങ്ങളുടെ ബേജാറ് ഞമ്മക്ക് മനസ്സിലാവും. പക്ഷെ ഇമാതിരി കാര്യങ്ങൾക്ക് ഒരു മറയൊക്കെ വേണ്ടേ? ദേ